ഹായ്. നമ്മൾ ആവശ്യത്തിനുള്ള ഭക്ഷണം ശരീരത്തിന് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ആ എനർജി എത്രയാണോ നമ്മൾ എനർജി കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള എനർജി നമ്മൾ അത് യൂസ് ചെയ്യണം. നമ്മളിപ്പോൾ കാർബ് കൊടുക്കുകയാണെങ്കിൽ കാർബ് എനർജി ഫോമിലാണ് ഉണ്ടാവുക. ആ എനർജി നമ്മൾ യൂസ് ചെയ്യണം. അല്ലാതെ യൂസ് ചെയ്യാണ്ട് കിടക്കുമ്പോഴാണ് നമുക്ക് അത് ഫാറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. മെലിഞ്ഞവരായാലും തടിച്ചവരായാലും വെയിറ്റ് ഗെയിൻ ആയാലും വെയിറ്റ് ലോസ് ആയാലും നമ്മൾ അത് ശ്രദ്ധിക്കണം. അപ്പം വെയിറ്റ് ഗെയിനിലുള്ളവർ എന്ത് ചെയ്യുക? വെയിറ്റ് ട്രെയിനിങ് മസ്റ്റ് ആണ്. അവർക്ക് ഏറ്റവും നല്ല വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഓരോ ദിവസം ഓരോ മസിൽ ഗ്രൂപ്പ് ട്രെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ രണ്ട് മസിൽ ഗ്രൂപ്പ് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഓരോ ദിവസം ഓരോ മസിൽ ഗ്രൂപ്പ് വീതം കോൺസെൻട്രേറ്റ് ചെയ്യുക, ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കുക, അങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വീട്ടിൽ നിന്നാണ് ചെയ്യാൻ പറ്റുക, എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ അത്യാവശ്യം വേണ്ട ഡംബൽസും റെസിസ്റ്റന്റ് ബാൻഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ തന്നെ വെച്ചിട്ട് കുറച്ച് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളെങ്കിലും വെയിറ്റ് വെച്ച് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ പതിയെ ജിമ്മിലേക്ക് പോകാൻ പറ്റുന്നതാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഓക്കെ, ഈ ഓരോ മസിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് എന്താന്നുള്ളത് മനസ്സിലായിട്ടില്ലേ? നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ലെഗിനാണെങ്കിൽ ഒരു ദിവസം ലെഗിന് മാത്രം വർക്കൗട്ട് ചെയ്യുക, അതുപോലെ ചെസ്റ്റിന് മാത്രം വർക്കൗട്ട് ചെയ്യുക, അതുപോലെ ബാക്കിന് മാത്രം വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആംസിലാണെങ്കിൽ ബൈസെപ്സ് ട്രൈസെപ്സ് മാത്രം, ആംസിന് മാത്രം ഒരു ദിവസം വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ ഓരോ മസിൽ ഗ്രൂപ്പ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഓരോ ദിവസം വർക്കൗട്ട് ചെയ്താൽ അതായിരിക്കും കൂടുതൽ വെയിറ്റ് ഗെയിൻകാർക്ക് നല്ലത്. നമ്മൾ മെയിൻ ആയിട്ട് ബോഡിക്ക് കൊടുക്കുന്ന കാർബ് സോഴ്സ് എന്ന് പറയുന്നത് ചോറ്, ചപ്പാത്തി, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, സ്വീറ്റ് പൊട്ടറ്റോ, ഇതൊക്കെ കാർബ് സോഴ്സുകളാണ്. അതെന്നൊക്കെ പറയുന്നത് നമ്മൾ എനർജി സോഴ്സസ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഡെയിലി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ മുമ്പിലുള്ള വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും, നമ്മൾ ഈ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എനർജി ആയിട്ട് യൂസ് ചെയ്താൽ അത്ര കണ്ട ഫാറ്റ് ആയിട്ട് അത് നമ്മളെ ശരീരം ഡെപ്പോസിറ്റ് ചെയ്യാതെ നോക്കും. അപ്പൊ നമ്മൾ എനർജി ആയിട്ട് യൂസ് ചെയ്യണം, എന്തെങ്കിലും ശരീരം അനങ്ങണം. അല്ലാതെ നമ്മൾ ഈ കഴിക്കുന്നത് മൊത്തം ഈ എന്താ പറയാ മൊത്തം ഫാറ്റ് ഫോമിൽ നമ്മുടെ ശരീരത്തിൽ അടിയും. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത്. മെയിൻ ആയിട്ട് കുറച്ച് ഹോസ്റ്റൽ കുട്ടികളാണ് എൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഹോസ്റ്റലേഴ്സിനെ പറ്റിയ, ചേച്ചി ഹോസ്റ്റലിൽ നിൽക്കുന്ന ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് പറ്റിയ കുറച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് എങ്ങനെ ഡയറ്റ് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുതരാമോ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഹോസ്റ്റലിന് എങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയാ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്, അതുപോലെ നിങ്ങൾക്ക് ഹോസ്റ്റലിന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ഡയറ്റ് എടുക്കാം, എന്തൊക്കെ ഉൾക്കൊള്ളിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ബൈ.